സോ, ഹായ് ഗൈസ്. ഹലോ. ഇന്ന് പുതിയൊരു കണ്ടന്റ് കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു സ്റ്റുഡന്റ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡന്റ് എന്നെ പഠിപ്പിച്ച ഒരു വലിയ കാര്യം പറയാനായിട്ടായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് പേടി അല്ലെങ്കിൽ ഫിയർ എന്നൊരു കാര്യത്തിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? ഞാനിന്ന് ക്ലാസ് എടുക്കാൻ നേരത്ത് 2 പീരീഡ് അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം പിള്ളേരെല്ലാം ബോറടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു കുട്ടിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ബാത്റൂമിൽ പാടാറുണ്ട്. നമ്മള് അല്ലാതെ പാടാറുണ്ട്. പക്ഷെ ഒരു ക്രൗഡിന് മുന്നേ പാടാന്ന് വെച്ചാൽ ഇത്തിരി ടാസ്കാണ്. അല്ലേ? അപ്പോ എല്ലാ കൂട്ടുകാരും ഇവരുടെ കൂട്ടുകാരും, ഇയാളുടെ കൂട്ടുകാരും ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും എല്ലാം ഇയാളുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് വന്ന് പാട്ട് പാടാൻ ഒരു മടി പോലെ. അപ്പൊ ഞാനും പറഞ്ഞു, "എടാ പാടണമെങ്കിൽ പാട് ഒരു കുഴപ്പമില്ല. ഇന്റേണൽ മാർക്ക് ഇത്തിരി കൂട്ടി തരാന്ന്" പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്തൊക്കെ ധൈര്യം സംഭരിച്ച് കുറച്ച് സമയമെടുത്തു. ഇത്തിരി നിർബന്ധിപ്പിച്ചപ്പോ വന്നു. ആൾ ഫ്രണ്ടിൽ വന്നു. ആളുടെ കൈയും കാലും എല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. വിയർക്കുന്നുണ്ടായിരുന്നു ആള്. നല്ല ഫിയർ ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ എന്നിട്ടും ആ കുട്ടി ക്ലാസിന്റെ മുന്നിൽ വെച്ച് അസ്സലായിട്ട് പാടി. നന്നായിട്ട് പാടി. ഷീ സാങ് വെരി വെൽ. പക്ഷെ അപ്പോഴും ആ കുട്ടിക്ക് പേടിയുണ്ട്. അപ്പോഴും ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പോഴും ലിപ്സ് എല്ലാം ഷിവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ആ കുട്ടി പാടി. സോ എനിക്ക് മനസ്സിലായ കാര്യം അല്ലെങ്കിൽ എന്നെ ആ കുട്ടി മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ മനസ്സിലാക്കിപ്പിച്ച കാര്യം വെച്ചാല് ഫിയർ എന്ന കാര്യത്തിന് അല്ലെങ്കിൽ പേടി എന്ന കാര്യത്തിനെ വി ഷുഡ് നോട്ട് ഫിയർ അല്ലേ? നമ്മള് പേടിയെ പേടിക്കാൻ പാടില്ല. നമ്മളതിനെ ഫേസ് ചെയ്യണം. വി മസ്റ്റ് ഫേസ് അവർ ഫിയേഴ്സ് ഫേസ് ടു ഫേസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റേജ് ഫിയർ കാണാം. ഹൈറ്റിനെ പേടി കാണാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. ഇംഗ്ലീഷ് പറയാൻ പേടിയായിരിക്കും. പക്ഷേ ഈ പേടി മാറണമെങ്കില് വി ഷുഡ് ഡു ദാറ്റ്. നമ്മളത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഹൈറ്റിന് പേടിയാണെങ്കില് സ്കൈ ഡൈവ് ചെയ്യുക. അല്ലെങ്കിൽ മലയുടെ മേളിൽ നിന്ന് ചാടുകയല്ല. മലയുടെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പണ്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അവിടുത്തെ നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ഡിബേറ്റ്സും ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും ഇംഗ്ലീഷ് അത്ര സ്മൂത്ത് ഒന്നും അല്ല. അപ്പൊ ഒരു ദിവസം ഇംഗ്ലീഷ് ഡിബേറ്റിന് കേറിയപ്പോ എനിക്ക് ഫാക്ട്സ് എല്ലാം അറിയാം. ഡിബേറ്റിന് പറയാനുള്ള വാദങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല. സോ വാട്ട് ഐ ഡിഡ് വാസ് ഐ ഗോട്ട് അപ്പ് ടു ദ സ്റ്റേജ് ആൻഡ് ഹൗസ് വൈസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാനൊരു ഹൗസ് 4 ഹൗസ് ഉണ്ട് ടോട്ടൽ. സോ ഈ ഒരു ഹൗസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ പോയി. നമ്മുടെ ടീമായിട്ട് പോയേക്കുവാണ്. സോ ആദ്യത്തെ റൗണ്ട് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. രണ്ടാമത്തെ റൗണ്ട് ഒപ്പിച്ചു. പക്ഷെ മൂന്നാമത്തെ റൗണ്ടൊക്കെ ആയപ്പോ ഇംഗ്ലീഷ് വരുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ തപ്പിത്തടയുവാണ്. വിക്കുവാണ് അവിടെ കിടന്ന്. അപ്പോ അവിടുത്തെ നമ്മുടെ ആ ഒരു കോർഡിനേറ്റർ, ആ ഒരു ഡിബേറ്റ് കൺട്രോൾ ചെയ്യുന്ന ആള് പുള്ളി പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോ ഈ ക്രൗഡുണ്ട്. കാണാനായിട്ട് ഇഷ്ടംപോലെ ക്രൗഡുണ്ട്. പിള്ളേരുണ്ട്. അവരെല്ലാം ചിരിക്കയാണ്. എന്റെ ഇംഗ്ലീഷ് കേട്ട് എല്ലാം കേട്ട് ചിരിക്കയാണ്. പക്ഷെ എനിക്ക് അത് അപ്പൊ വിഷമമായി. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ നേരത്ത് അത് ചെയ്തത് വളരെ നല്ല കാര്യമായി. ഐ മീൻ ഐ ക്യാൻ ഇംപ്രൂവ് മൈസെൽഫ് അല്ലെങ്കിൽ ഐ ഇംപ്രൂവ്ഡ് മൈസെൽഫ്. അപ്പോ അത് ചെയ്ത് മലയാളത്തിൽ പറഞ്ഞു. പക്ഷെ പിന്നീട് റിസൾട്ട് വരാൻ നേരത്ത് എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ടീമിന് ഒരു ഹോപ്പും ഇല്ലായിരുന്നു. കാരണം ഇംഗ്ലീഷ് ഡിബേറ്റിന് മലയാളത്തിൽ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, അടുത്ത അസംബ്ലിയില് നമുക്ക് ഫസ്റ്റ് തന്നു. ഡിബേറ്റിന് നമുക്ക് ഫസ്റ്റ് തന്നു. മേ ബി പറഞ്ഞ പോയിന്റ്സ് വാലിഡ് ആയിരുന്നു കാണാം. അല്ലെങ്കിൽ എന്റെ ഒരു എഫോർട്ടിനെ അവര് മാനിച്ച് കാണാം. എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഫിയർ അല്ലെങ്കിൽ പേടി എന്ന കാര്യത്തിനെ വി ഷുഡ് ഫേസ് ദാറ്റ് ഫിയർ ഫേസ് ടു ഫേസ്. അല്ലാതെ ഒരു രക്ഷയില്ല. സോ പ്ലീസ് ഗൈസ്, ഇഫ് യു ഇഫ് യു വാണ്ട് ടു ഓവർകം യുവർ ഫിയർ, ഡു ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.